ഹലോ ഗൈസ്, എല്ലാവർക്കും ഉള്ള പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ സോയാബീൻ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി വൈകുന്നേര പലഹാരം ഉണ്ടാക്കാം. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഗൈസ്, നമ്മളെ സോയാബീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ മൊത്തം ഊറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ സോയാബീനൊക്കെ നല്ല വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ നല്ല വെള്ളം കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ സോയാബീൻ നല്ല മിക്സിയിലിട്ടിട്ട് നല്ല ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം ആഡ് ചെയ്യാം. നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു 2 സവാള എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പച്ചമുളകും എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചിക്കൻ മസാല ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പാകത്തിനുള്ള ഉപ്പ് അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള മൈദയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കടലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്, അതും ഇതിൽ ആഡ് ചെയ്യാം. മൈദയുടെ അത്ര വേണ്ട, കുറച്ച് മതി. ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് കറിവേപ്പിനലും കൂടി എടുത്തിട്ടുണ്ട്, അതും ഇതിൽ ആഡ് ചെയ്യാം. നമ്മളെ നേരത്തെ മിക്സ് ആക്കി വെച്ചത് നമ്മളിത് ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം വേവും ഉൾഭാഗം വേവില്ല. അപ്പോൾ ഒരു സ്ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് ഇത് നല്ലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നല്ലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിതാ സോയാബീൻ കൊണ്ട് നല്ലൊരു അടിപൊളി 4 മണി പലഹാരം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സോസോ അല്ലെങ്കിൽ മയോണീസൊക്കെ കൂട്ടിയിട്ട് കിഡുമായിട്ട് നമുക്കിവിടെ കഴിക്കാം. നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.